ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണം SITക്ക് വിട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ സർക്കാരിന് അതിരൂക്ഷ വിമർശനം. സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അങ്ങേയറ്റം ഉദാസീന നിലപാടാണെന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ച്. നിശബ്ദതയും നിഷ്ക്രിയതയുമല്ല സർക്കാരിന് മുന്നിലെ സാധ്യത. സ്ത്രീപക്ഷ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് ഭരണഘടനാ ബാധ്യതയുണ്ടെന്നുമാണ് പ്രത്യേക ബെഞ്ചിന്റെ വിമർശനം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന SIT അന്വേഷണത്തെക്കുറിച്ച് 3 ആഴ്ചയ്ക്കകം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉൾപ്പെടുന്ന വിശദമായ സത്യവാങ്മൂലം നൽകണം. ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ അതിരൂക്ഷ വിമർശനങ്ങൾ ഇങ്ങനെ: സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അങ്ങേയറ്റം ഉദാസീന നിലപാടെന്ന് പ്രത്യേക ഡിവിഷൻ ബെഞ്ച്. നിശബ്ദതയും നിഷ്ക്രിയതയുമല്ല സർക്കാരിന് മുന്നിലെ സാധ്യത. സ്ത്രീപക്ഷ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് ഭരണഘടനാ ബാധ്യതയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ 4.5 വർഷം ഒരു നടപടിയും എടുത്തില്ല. റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കാൻ നിയമവ്യവഹാരം വേണ്ടിവന്നു. ഹേമ കമ്മിറ്റിയുടേത് വസ്തുതാ പരിശോധനാ സംവിധാനം എന്നത് വസ്തുതയാണ്. എന്നാൽ പൊതുധനം ചെലവിട്ടാണ് ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചത്. സർക്കാർ ശരിയായ നടപടിയെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ചെയ്തില്ല. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ കർശന നടപടി വേണം. സ്ത്രീപക്ഷ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് ഭരണഘടനാ ബാധ്യതയുണ്ട്. സ്ത്രീത്വത്തിന്റെ അന്തസ്സ് ഹനിക്കുന്ന നടപടികളെ നേരിടാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട്. അനീതികൾക്കെതിരെ സർക്കാർ മൂകമായിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കാമെന്ന് നിർദ്ദേശിച്ച ഡിവിഷൻ ബെഞ്ച് SIT അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്നും വ്യക്തമാക്കി. അന്വേഷണ പുരോഗതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തും. പ്രാഥമിക അന്വേഷണമാണ് SIT നടത്തേണ്ടത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം SIT FIR രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കണം. മാധ്യമ വിചാരണ പാടില്ലെന്നും മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്ക് അറിയാമെന്നും മറുപടി നൽകി. സോളാർ കേസിലെ മാധ്യമങ്ങളുടെ സ്വയം നിയന്ത്രണം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. മാധ്യമങ്ങൾക്കായി നിയന്ത്രണ ഉത്തരവിടേണ്ടതില്ലെന്നുമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.